ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഭരണ പ്രതിപക്ഷ വാക്പോരിൽ മുങ്ങി 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനം സമാപിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ആവർത്തിച്ചു. ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനാവശ്യ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനം ആരംഭിച്ച സമയം മുതൽ സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ സഭയുമായി ഗവൺമെൻറ്റുമായി നിസ്സഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സർ, ഞങ്ങൾ ഈ സഭ നടപടികളിൽ നിസ്സഹരിക്കും എന്നൊരിക്കൽ കൂടി അറിയിക്കും. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന് ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് ഭരണപക്ഷത്തിന്റെ മറുപടി. തന്ത്രി കണ്ഠരര് രാജീവര് കുറ്റക്കാരനാണോ അല്ലയോ എന്നതിൽ സർക്കാരിന് അഭിപ്രായമില്ല എന്നും മറുപടി. മന്ത്രിമാരുടെ പ്രതികരണങ്ങളിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും കേൾക്കാനുള്ള പ്രാഥമികമായ മര്യാദ അദ്ദേഹം ഇപ്പോ സഭയിൽ 2 ദിവസമായി ലീഡ് ചെയ്യുകയാണ് പ്രതിപക്ഷത്തെ. നിങ്ങൾക്ക് ഈ സഭയിൽ ഞങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയി? കാരണം അങ്ങനെ ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒരു കാര്യവും ഈ മന്ത്രിസഭയ്ക്കകത്ത് ആരും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് സാർ. ഇതുപോലൊരു ബാനറുമായി നടുത്തളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം സീറ്റിലിരിക്കാൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ പോലും കഴിയാതെ രാവിലെ 9 മണിക്ക് തന്നെ നേരെ ഇറങ്ങിയാണ്. ചട്ടം 50 പ്രകാരമുള്ളൊരു നോട്ടീസ് ഇവർ തന്നിട്ട് കാലം എത്രയായി സർ? എത്ര കാലമായി? നേരെ വെല്ലിലിറങ്ങുകയാണ് സർ. നിയമസഭയിൽ വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ആഴക്കിണറ്റിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മന്ത്രിമാരുടെ മറുപടിക്കിടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടർന്നു. ചോദ്യോത്തരവേള റദ്ദാക്കി സഭാ നടപടികൾ സ്പീക്കർ വേഗത്തിലാക്കുകയായിരുന്നു. പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. ഈ ഗവൺമെന്റിന്റെ മർക്കട മുഷ്ടിയും അഹങ്കാരവുമാണ് ഇന്ന് സഭയിൽ ഞങ്ങൾ കണ്ടത്. ജനങ്ങളോടോ പ്രതിപക്ഷത്തോടോ ഒരു ബഹുമാനമോ താൽപര്യമോ കാണിക്കാത്തൊരു ഗവൺമെന്റാണ്. ഈ ഏകാധിപത്യ ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ സർക്കാർ തീർച്ചയായും ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമലയിൽ എന്തെങ്കിലും സ്വർണം അവശേഷിക്കുന്നുണ്ടോ എന്ന ഗുരുതര പരാമർശവും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ പരിഗണിക്കുന്നതിനിടെയായിരുന്നു പരാമർശം. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഷഫീദിലേക്കാണ്. ഷഫീദ്, 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമായിരുന്നു. ഇന്നും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു അല്ലേ പ്രധാനം? അമൃത, 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന്റെ അവസാന ദിവസവും നിയമസഭ സംഭവബഹുലമായിരുന്നു. മാത്രവുമല്ല, ശബരിമല വിഷയം തന്നെ ഉയർത്തിയിട്ടാണ് പ്രതിപക്ഷം ആദ്യഘട്ടത്തിൽ തന്നെ സഭയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. സഭ സമ്മേളിക്കുന്ന ഘട്ടത്തിലൊക്കെ ബജറ്റ് സമ്മേളനം ആരംഭിച്ച ദിവസം മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് വെട്ടിച്ചുരുക്കിയ സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസവും പ്രക്ഷുബ്ധമായിരുന്നു. സർക്കാരിനെതിരെ പ്ലക്കാർഡുകളും ബാനറും ഉയർത്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. മാത്രവുമല്ല, ആരംഭിച്ച സമയത്ത് തന്നെ കെ ബാബു ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചെന്നും ഇക്കാര്യത്തിൽ സർക്കാരിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. പിന്നീട് ഭരണപക്ഷ നിരയിൽ നിന്നും മന്ത്രിമാർ ഓരോരുത്തരായി എഴുന്നേറ്റ് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നതും ഇന്ന് നമ്മൾ സഭയിൽ കണ്ടു. പ്രത്യേകിച്ച് പി രാജീവ് ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാത്തതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അത് പ്രതിപക്ഷത്തെ സ്വയം തുറന്നു കാട്ടപ്പെടുമെന്നുള്ള ഭയം ഉണ്ട്. മാത്രവുമല്ല, ഈ ക്യാബിനറ്റിലെ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സർക്കാരിനെ കരിവാരിത്തേക്കാൻ നീക്കം നടക്കുന്നുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷത്തിന് ഇപ്പോഴുള്ളത് ഇച്ഛാഭംഗമാണെന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ അത് മുൻ ദിവസങ്ങളിലേതുപോലെ ഇന്നും നിയമസഭയിൽ ആവർത്തിച്ചു. അതേസമയം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് വീണ്ടും സഭയ്ക്ക് പുറത്ത് പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടു. നേറ്റിവിറ്റി കാർഡ് ബിൽ ഉൾപ്പെടെ 9 ബില്ലുകൾ ചർച്ചയില്ലാതെ ഇന്ന് നിയമസഭ പാസാക്കുകയും ചെയ്തു. അമൃത, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.